K. Sudhakaran ji, Martin George ji, UDF candidates, Sunny Joseph ji, Sajeev Joseph ji, Mohanan ji, Abdul Karim ji, Jayanti Rajan ji, Advocate Abdul Rashid ji, Chandran Tilankeri ji, KP Saju ji, TK Govindan ji, V. Kunya Krishnan ji, Advocate Rajivan ji, workers of the UDF, workers of the Congress Party, brothers and sisters, I'd like to welcome all of you here today. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കന്മാരെ, UDFന്റെ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ, പ്രിയമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കർമ്മധീരന്മാരായ പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, നിങ്ങളേവരെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ഞാനും സ്വാഗതം ചെയ്യുന്നതിന് ആഗ്രഹിക്കുകയാണ്. This election is a fight between two ideologies. The ideology of the left front CPM and the ideology of the UDF and the Congress Party. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകാധിപത്യത്തിന്റെ ആശയം. മറ്റൊന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയം. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. And for the first time we are seeing that there is a partnership between the BJP and the left front. നമ്മൾ ആദ്യമായിട്ട് കാണുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ബന്ധം, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അവരേർപ്പെട്ടിരിക്കുകയാണ്. Normally this would be quite surprising that a left party is allying with the extreme right party. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വലതുപക്ഷ കക്ഷിയായ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ ശത്രു. Because they have diametrically opposite ideologies. അവര് യഥാർത്ഥ പുരോഗമന ചിന്താഗതികളെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ അവർ തകർക്കുകയാണ്. So the question is, how is it possible that left party is partnering with the right party? ചോദ്യം ഇതാണ്, എങ്ങനെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടിക്ക് വലതുപക്ഷ ചിന്താഗതിക്കാരുമായി, കക്ഷികളുമായി എങ്ങനെ ഐക്യത്തിലും ധാരണയിലും പോകാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. This is like a puzzle. This is like a puzzle. ഇത് തികഞ്ഞ അവസരവാദപരമായ നയമാണ്. ഇത് തെറ്റായ സമീപനം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.